KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടെ PK ശശിയുടെ അടുത്ത നീക്കം എന്ത് എന്ന ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിനുണ്ട്. ശശി പാർട്ടി വിടില്ല എന്ന് CPM ഉറപ്പിക്കുമ്പോഴും അടർത്തിയെടുത്ത് ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാനാണ് UDFന്റെ ശ്രമം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയങ്ങളിലൊന്ന് PK ശശിയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ അന്തഃപുരങ്ങളിൽ ദിവസങ്ങളായുള്ള ചർച്ച. VD സതീശന്റെ യാത്രയിൽ പങ്കെടുത്തില്ലെങ്കിലും പറഞ്ഞുവെച്ചതുപോലെ ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. PK ശശിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ പാർട്ടിയിലെത്തുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. ഇല്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. LDF-ൽ അതും സാധ്യതകളുണ്ട്. സണ്ണി ജോസഫ് എന്നല്ല ഒരു കോൺഗ്രസ് നേതാവുമായും ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പോഴും ഇടതുപക്ഷ മനസ്സെന്നാണ് ശശിയുടെ നിലപാട്. സണ്ണി ജോസഫ് ഞാനൊരു ബന്ധമാണ്. ഈ സെക്കൻഡ് വരെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ഒരക്ഷരം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനിപ്പോൾ CPM അംഗമാണ്. ഞാനിപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. മറിച്ചൊരു തീരുമാനവും ഞാൻ ഇന്നേ വരെ എടുത്തിട്ടേ ഇല്ല. നാളങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും? പാർട്ടിയിൽ അസംതൃപ്തനായ ശശിയെ കൂടെ കൂട്ടി ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ രൂപീകരിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് പാലക്കാട്ടെ CPIM വിമതർ. ശശിയുമായി ചർച്ച നടത്തി ഉടൻ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. UDF-മായി സഹകരിച്ച് PK ശശിയെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാനാണ് വിമത നേതാക്കളുടെ ശ്രമം. റിപ്പോർട്ടർ, പാലക്കാട്.